ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ കോമ്പോണൻസ് എന്താണെന്നും ഫങ്ഷണൽ കോമ്പോണൻസ് എങ്ങനെയാണ് റിയാക്റ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്നല്ലേ നോക്കിയത്. ഇന്ന് നമ്മൾ ക്ലാസ് കോമ്പോണൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കുന്നത്. അതിനു മുന്നേ നിങ്ങളുടെ കോമ്പോണൻസിന്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരിക കേട്ടോ. കാരണം കോമ്പോണൻസ് എന്താണെന്നും ഫങ്ഷണൽ കോമ്പോണൻസും ക്ലാസ് കോമ്പോണൻസിനൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം കോമ്പോണൻസ് എന്ന് പറയുന്നത് നമ്മുടെ യൂസർ ഇന്റർഫേസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. അതായത് യൂസർ ഇന്റർഫേസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഓരോ കോമ്പോണൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോമ്പോണൻസിനെ റീയൂസ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഫങ്ഷണൽ കോമ്പോണൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കിയതാണ്. ഫങ്ഷണൽ കോമ്പോണൻസ് എന്തായിരുന്നു? ഇത് ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻസ് ആണ്. ഇത് JXX കോഡ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റിന്റെ എക്സ്റ്റൻഷൻ ആണ് ഈ JXX. അപ്പൊ ഇന്ന് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫയലിൽ നമുക്ക് ഈ ഫങ്ഷണൽ കോമ്പോണൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ മെയിൻ പ്രൊജക്ട് ആപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യാന്ന്. അതെങ്ങനെയാന്ന് ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ക്ലാസ് കോമ്പോണൻസിലേക്ക് പോവാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മുടെ സോഴ്സ് ഫോൾഡറിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫയലിൽ ഞാൻ ഗ്രീറ്റ് എന്നാണ് നെയിം കൊടുക്കുന്നത്. ഒരു JS-ന്റെ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, ജാവാസ്ക്രിപ്റ്റിന്റെ ഫയൽ. ഈ ഫയലിലാണ് നമ്മൾ ഫങ്ഷണൽ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ റിയാക്റ്റിനെ ഇമ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് ആയിട്ട് ആദ്യം ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ഫംഗ്ഷന് ഞാൻ ഗ്രീറ്റ് എന്നാണ് നെയിം കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നോർമൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിന്റെ സിമ്പിൾ ഫംഗ്ഷൻ ആണ്. ഇത് JSX കോഡ് റിട്ടേൺ ചെയ്യും. ഇത് JSX കോഡ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ, എന്താന്നുള്ളത്. ഇവിടെ ഞാനൊരു പാരഗ്രാഫ് ടാഗാണ് റിട്ടേൺ ചെയ്യുന്നതിൽ. ഇതിൽ സിമ്പിൾ ആയിട്ടൊരു ഗ്രീറ്റ്, ഇപ്പോൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ പേജിൽ തന്നെ ഡീഫാൾട്ട് ആയിട്ട് ഫസ്റ്റ് എക്സ്പോർട്ട് ചെയ്യണം ഗ്രീറ്റ് ഫംഗ്ഷനെ. നമ്മളൊരു ഫങ്ഷണൽ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തു. കോമ്പോണന്റിന്റെ നെയിം ഗ്രീറ്റ് ആണ്. അതിൽ നമുക്ക് JXX കോഡാണ് റിട്ടേൺ ചെയ്യുന്നത്. ബേസിക്കലി HTML കോഡ്. നമ്മുടെ ഒരു കോമ്പോണന്റ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പാരാഗ്രാഫ് കോമ്പോണന്റ് ആണ്. അത് ഈ പേജിൽ എക്സ്പോർട്ട് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇത് നമ്മുടെ ആപ്ലിക്കേഷന്റെ പാർട്ട് ആയോ ഇല്ല, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കോമ്പോണന്റ് ആണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ആപ്ലിക്കേഷന്റെ പാർട്ടായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആപ്പിന്റെ app.jsൽ ഇത് ഇമ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് app.jsന്റെ ഫയലിൽ വന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കോമ്പോണന്റ് ഗ്രീറ്റിനെ ഇമ്പോർട്ട് ചെയ്യാം. ഇതാണ് അതിന്റെ സിന്റാക്സ്. ഗ്രീറ്റ് ഫ്രം ഗ്രീറ്റ് എന്ന് കൊടുത്താൽ ഇമ്പോർട്ട് ആയി. നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. യൂസ് ചെയ്യണമെങ്കിലോ ആ കോമ്പോണന്റ് നമ്മുടെ ആപ്ലിക്കേഷനിൽ എവിടെയാണോ ആവശ്യമുള്ളത് അതിനെ ഡിഫൈൻ ചെയ്യാം. നമ്മൾ കോമ്പോണന്റിന്റെ നെയിം ഗ്രീറ്റ് അല്ലേ, എനിക്ക് ഈ ഹെഡർ ടാഗിന്റെ ഉള്ളിലാണ് ഗ്രീറ്റ് മെസ്സേജ് വരേണ്ടത്. സോ ഞാൻ ആ കോമ്പോണന്റിനെ ഹെഡർ ടാഗിന്റെ ഉള്ളിൽ ആപ്പിന്റെ ഹെഡർ ടാഗ് ഈ ഒരു JXX കോഡിന്റെ അണ്ടറിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വന്നിട്ട് നമ്മുടെ പേജിൽ നോക്കുവാണെങ്കിൽ ഹലോ വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആപ്പിൽ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫയലിൽ ഫങ്ഷണൽ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ക്ലാസ് കോമ്പോണന്റ് എന്നാണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് കോമ്പോണന്റ് എന്താണെന്ന്. ക്ലാസ് കോമ്പോണൻസിന്റെ യൂസ് ഇപ്പൊ അധികം പ്രിഫർ ചെയ്യുന്നില്ല. ഫങ്ഷണൽ കോമ്പോണൻസും ഹുക്സും റിയാക്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടെ ക്ലാസ് കോമ്പോണൻസിന്റെ സ്റ്റേറ്റ്സും അതുപോലെ ലൈഫ് സൈക്കിൾ മാനേജ്മെന്റും ഒക്കെ നമുക്ക് ഫങ്ഷണൽ കോമ്പോണൻസ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. ഇതൊരു ട്രഡീഷണൽ റിയാക്ട് കോമ്പോണൻസ് ആണ് ഈ ക്ലാസ് കോമ്പോണൻസ്. ഇവിടെ ESX എന്ന് പറഞ്ഞ ക്ലാസ് സിന്റാക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലാസ് കോമ്പോണൻസ് യൂസ് ചെയ്യുന്നത്. ഈ ഹുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ക്ലാസ് കോമ്പോണൻസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കോമ്പോണൻസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൈമറി വേ ആയിട്ട് ക്ലാസ് കോമ്പോണൻസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ അധികം യൂസ് ചെയ്യുന്നില്ല. എന്നാലും നമുക്ക് അതിന്റെ ഒരു സിന്റാക്സ് എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സോഴ്സ് ഫയലിൽ ഫോൾഡറിൽ വന്നിട്ട് എഗെയിൻ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇവിടെ നമുക്ക് ഈ ഫയലിന്റെ നെയിം വെൽക്കം എന്ന് കൊടുക്കാം. എഗെയിൻ ഒരു JS ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഇവിടെയാണ് നമ്മൾ ക്ലാസ് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റിയാക്റ്റിനെ ഇമ്പോർട്ട് ചെയ്യണം. കോമ്പോണന്റിനെയും കൂടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. റിയാക്റ്റിനെയും കോമ്പോണന്റിനെയും ഇമ്പോർട്ട് ചെയ്യാം.
അടുത്ത സ്റ്റെപ്പ് നമുക്ക് ക്ലാസ് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ക്ലാസ് കീവേഡ് നമ്മൾ പറഞ്ഞു EXS ക്ലാസ് സിന്റാക്സ് ആണെന്ന്. EXS നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. നമുക്കിപ്പോ എഗെയിൻ ഞാൻ ഈ ക്ലാസ് കോമ്പോണന്റിന്റെ നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ഈ കോമ്പോണന്റ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്താലേ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. കോമ്പോണന്റിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലാസ് കോമ്പോണന്റിൽ നമുക്ക് കമ്പൽസറി ആയിട്ട് വേണ്ടതാണ് റെൻഡർ മെത്തേഡ്. ഈ റെൻഡർ മെത്തേഡ് യൂസ് ചെയ്തിട്ടേ നമുക്ക് ക്ലാസ് കോമ്പോണന്റിനെ എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും പറ്റുള്ളൂ. ഈ റെൻഡർ മെത്തേഡിന്റെ ഉള്ളിലാണ് നമ്മൾ നമ്മുടെ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഞാനിവിടെ ഒരു H1 ടാഗിന്റെ അകത്ത് വെൽക്കം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നത്. നമ്മളിവിടെ ഒരു വെൽക്കം കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ ഫങ്ഷണൽ കോമ്പോണന്റ് കേസ് പറഞ്ഞ പോലെ തന്നെ ഇതിനെ എക്സ്പോർട്ട് ചെയ്യുക. ഫയലിൽ അഗെയിൻ app.js വന്നിട്ട് ഇമ്പോർട്ട് ചെയ്യാം. നമ്മൾ ഗ്രീറ്റിന്റെ അണ്ടറിൽ ഇതിനെ യൂസ് ചെയ്യാം. ഇവിടെ കണ്ടല്ലേ വെൽക്കം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ഫങ്ഷണൽ കോമ്പോണന്റും ഇതൊരു ക്ലാസ് കോമ്പോണന്റും ആണ്. ഇനി നമുക്ക് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ. ക്ലാസ് കോമ്പോണന്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫങ്ഷണൽ കോമ്പോണന്റ് ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഹുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ ക്ലാസ് കോമ്പോണന്റിന്റെ സ്റ്റേറ്റും സൈഡ് എഫക്ട്സും ഒക്കെ ഇതും ഫങ്ഷണൽ കോമ്പോണൻസിലും നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഹുക്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. എനിക്കറിയാം നിങ്ങൾക്ക് എന്തായാലും ഈ പുതിയ ടേംസ് കേൾക്കുന്നതനുസരിച്ച് കൺഫ്യൂഷൻ ആവുന്നുണ്ടെന്ന്. അത് നമുക്ക് പേടിക്കണം. നെക്സ്റ്റ് വീഡിയോസിൽ ഇത് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ഈ ഫങ്ഷണൽ കോമ്പോണൻസിന്റെ സിംപ്ലിസിറ്റി ആണ്. അതുപോലെ തന്നെ നമുക്ക് കോഡിന് കൺസേൺ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഫങ്ഷണൽ കോമ്പോണന്റ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഫങ്ഷണൽ കോമ്പോണന്റ് ക്ലാസ് കോമ്പോണന്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രിഫർ ചെയ്യുന്നത്. രണ്ടാമത്തെ കേസ് പെർഫോമൻസ്. ബെറ്റർ പെർഫോമൻസ് ആണ് ഫങ്ഷണൽ കോമ്പോണൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫങ്ഷണൽ കോമ്പോണൻസിന്റെ ഒപ്റ്റിമൈസേഷൻ സ്ട്രാറ്റജീസ് ആണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫങ്ഷണൽ കോമ്പോണൻസും ക്ലാസ് കോമ്പോണൻസും സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്തു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നമുക്ക് ബെറ്റർ ആക്കാം. അതുപോലെ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഡൗട്ടോ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലും കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്